ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചാമയരി പായസമാണ്. ചാമയരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മില്ലറ്റാണ്. അപ്പോൾ അത് നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ അരി കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യും അതെല്ലാം നമുക്ക് ഈ ചാമയരി വെച്ച് ചെയ്യാം. ചോറ് പോലെ കഴിക്കാം, ഉപ്പുമാവ് ഉണ്ടാക്കാം, പലഹാരങ്ങൾ ഉണ്ടാക്കാം, പായസം വയ്ക്കാം. അപ്പോൾ നമുക്കിന്ന് പായസം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂടുകട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് 1 കപ്പ് ചാമയരി എടുക്കുക. പക്ഷേ ചാമയരി വെന്ത് വരുമ്പോൾ ക്വാണ്ടിറ്റി ഒരുപാടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് 1 കപ്പ് മതി. അത്യാവശ്യം കുറച്ച് പേർക്ക് ഈ പായസം കുടിക്കാൻ ഇത്രയ്ക്കും എടുത്താൽ മതി. ഇനി ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നുറുക്ക് ഗോതമ്പില്ല, അതായത് സൂചി ഗോതമ്പ്, അത് വേവുന്ന അത്രയ്ക്ക് സമയം വേണം ഇത് വെന്ത് വരാൻ. അതായത് പെട്ടെന്ന് വേവില്ല, എന്നാൽ ഒരുപാട് സമയം വേവിക്കാൻ വേണ്ട. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നമുക്കിത് വേവിച്ചെടുക്കണം. ഇത് പായസപ്പാകത്തിൽ നന്നായി വെന്തതിന് ശേഷം മാത്രം നമുക്ക് ശർക്കര ചേർത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ വേവാൻ താമസമായിരിക്കും. അപ്പോൾ ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്കിത് വേവിക്കേണ്ടി വരും. നമ്മുടെ ചാമയരി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ചേർത്ത വെള്ളമൊക്കെ ഒരു വിധം വറ്റിയിട്ടുണ്ട്, ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ശർക്കര നീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് ചാമയരിക്ക് ഞാൻ ഏകദേശം 1/2 കിലോ ശർക്കര ചേർക്കുന്നുണ്ട്. കാരണം ഇതിലൊന്ന് മധുരം പിടിച്ചു വരാൻ കുറച്ച് താമസമുണ്ട്. പിന്നെ കുറച്ചിങ്ങനെ ഒരു മധുരം മുമ്പിൽ നിൽക്കുന്നതാണ് ഈ പായസത്തിന് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ 1/2 കിലോ പൂർണ്ണമായിട്ടും വേണ്ട, 1/2 കിലോ എടുത്തിട്ട് നമ്മളിങ്ങനെ ചേർത്ത് നോക്കുക. അപ്പോൾ ഏകദേശം ഒരു 1/2 കിലോ നമുക്ക് ശർക്കര വേണ്ടി വരും. ഇതേ തന്നെ നമുക്ക് പഞ്ചസാരയും പശുവിൻ പാലും ചേർത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ സാധാരണ നല്ല പാൽപ്പായസമായിട്ട് ഉണ്ടാക്കാം. ഇപ്പം ഞാനിത് ശർക്കര പായസമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഈ ശർക്കര ഈ ചാമയ അരിയിൽ നന്നായി പിടിക്കണം, അതുപോലെ നമ്മൾ തിളപ്പിക്കണം. പിന്നെ നമ്മൾ സാധാരണ മറ്റുള്ളതൊക്കെ ശർക്കരയിൽ വരട്ടാറുണ്ട്. നമ്മൾ ശർക്കരയിൽ വരട്ടണമൊന്നുമില്ല, നമ്മുടെ ശർക്കരയും നെയ്യും കൂടി ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ അരിയിലൊന്ന് പിടിക്കണം. അതായത് ചോറായി, ഇത് ചാമയരിച്ചോറായി. ആ ചാമയരിച്ചോറിൽ ഈ നെയ്യും ശർക്കരയും ഒന്ന് പിടിക്കുന്നവരണ്ട്, നന്നായി വരട്ടിയെടുക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇത് ഏകദേശം നമുക്ക് കഴിച്ചു നോക്കുമ്പോൾ ഒരു അരി ഗോതമ്പിൻ്റെയൊക്കെ ഇടയിൽ ഒരു ടേസ്റ്റ് വരും നമ്മുടെ ഈ പായസം. എന്നാലും നമുക്കൊരു 5 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ശർക്കര അതിൽ നന്നായിട്ട് പിടിച്ചോളും. ഒരു 5 മിനിറ്റ് നേരം വേണ്ടു. നമ്മൾ സാധാരണ ഉണ്ടല്ലേ, നമ്മൾ ഗോതമ്പ് പായസം, ചെറുപയർ പരിപ്പൊക്കെ നമ്മളിങ്ങനെ വരട്ടിയെടുക്കും, എന്നിട്ടാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. അതാണ് അടിപൊളി പായസമാവുക. പക്ഷേ ഇത് അങ്ങനെ നോക്കുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പത്തിലുള്ളൊരു പായസമാണ് ചാമയരി പായസം. അപ്പോൾ ശർക്കര അരിയിലൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കുക. ഞാൻ 2 കപ്പ് 2ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്തിട്ടുള്ള 2ാം പാലാണ്. തെമ്പാലോടെ മാറ്റി വെച്ചിട്ടുണ്ട്, അതായത് 1ാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ വെള്ളം പോലെയായിട്ടുള്ള പായസം പാടില്ല, കുറച്ചിങ്ങനെ കട്ടിയിലുള്ള പായസമാണ് ഇത് ടേസ്റ്റ്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇങ്ങനെ വലിച്ചു കുടിക്കുന്ന പാകം വേണമെങ്കിൽ ആ പാകത്തിലാക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ 2 കപ്പും പിന്നെ ഒരു 1/2 കപ്പും കൂടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു. 2.5 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തു. പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ്, ശരിക്കും ഒരു നുള്ള് ഉപ്പ് തന്നെ ചേർക്കാൻ പാടുള്ളൂ. കാരണം ശർക്കരയിൽ ഉണ്ടാവും ചിലപ്പോൾ കുറച്ച് ഉപ്പ്, അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കൂടിപ്പോകും. ഇനി നമ്മളിതൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് തെമ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതോടെ നമ്മുടെ പായസത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചേർക്കാം. അതായത് ഏലക്കാപ്പൊടി, ഇനി നിങ്ങൾക്ക് ജീരകപ്പൊടി പിന്നെ ചുക്കുപൊടിയൊക്കെ ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. പക്ഷേ എനിക്ക് ഈ വക കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ഏലക്കാപ്പൊടി തന്നെ ശരിക്കും എനിക്കിഷ്ടമല്ല. പക്ഷേ ഈ ചാമയരിക്ക് പ്രത്യേകമായിട്ടൊരു ഫ്ലേവറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്തതാണ്. പിന്നെ നമ്മൾ സാധാരണ പായസത്തിൽ ചേർക്കുന്നത് പോലെ കാഷ്നട്ട്, കിസ്മിസ്, പിന്നെ വേണമെങ്കിൽ തേങ്ങാക്കൊത്ത്, ഇതൊക്കെ നിങ്ങൾക്ക് വറുത്തിടാം. അപ്പോൾ കാഷ്നട്ടൊക്കെ ഇതിനിടയിൽ കടിക്കുമ്പോൾ അതൊക്കെ നല്ല രുചിയാണ്. അതുപോലെ തേങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേർക്കുകയാണെങ്കിൽ നല്ല മൂത്ത തേങ്ങ ചേർക്കരുത്, ഇളം തേങ്ങ ചേർക്കുക. അതാണ് ഈ പായസത്തിന് കൂടുതൽ ടേസ്റ്റ്. ഇപ്പം ഞാൻ തേങ്ങാക്കൊത്ത് ചേർക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കുക. ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ
വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പായസത്തിൻ്റെ മീതെ ചേർത്ത് കൊടുത്താൽ നമ്മൾ അടിപൊളി ചാമയരി പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചാമയരി കിട്ടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി പായസമാണ് നമ്മുടെ ഈ ചാമയരി പായസം.